വെൽക്കം ടു ലൈൻ കട്ട് അഗ്നിപരീക്ഷ താഷി. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്താ താഷിയുടെ ഒറിജിനൽ പേര്? സന്തോഷ് റായ്ക്കർ. സന്തോഷ് രാജ്. അതെങ്ങനെയാ താഷിയായ? അത് ലൈക്ക് ഒരുപാട് ആൾക്കാർ താഷി സൗണ്ട് സ്കൂൾ, ആ ഒരു അസൂയ കൊണ്ടാണ് ഞാൻ മൊത്തം പറയുന്നത്. അയ്യോ ഇത് പുറത്തു വരുമോ? പിന്നെ പുറത്തു വരും. സന്തോഷ് പുറത്തു വരുമോ? എന്റെ അടുത്തുണ്ടല്ലോ എല്ലാ ഡീറ്റെയിൽസ്. എന്താണ് സന്തോഷ് എന്നുള്ള പേരിന് കുഴപ്പം? പേരിന് കുഴപ്പമില്ല. ലൈക്ക് ഞാൻ ഒരുപാട് എണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു എൻ്റെ ലൈഫിലെ ആൾക്കാരുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 100 പേരിൽ മേലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ദിസ് നെയിം ഡസൻറ്റ് സൂട്ട് മീ. ഓക്കെ, വൈ പീപ്പിൾ സേ ദാറ്റ്? വൈ? അത് റീസൺ ഉണ്ടാവില്ല. എൻ്റെ ആറ്റിറ്റ്യൂഡിനും എൻ്റെ കോൺഫിഡൻസിനും ഞാനും സ്വാഗിനും എൻ്റെ ആ പേര് സൂട്ട് ആവുന്നില്ല. പിന്നെ ഒരുപാട് ഗേൾസ് ഓൾസോ സെഡ് ദാറ്റ് ആരാന്ന് എനിക്ക് ഈ പേര് വെച്ചത്. അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ലൈക്ക് യു ഹാവ് ടു മേക്ക് എ ഡിഫറൻസ് അല്ലെങ്കിൽ മേക്ക് എ ചേഞ്ച്. So why Tashi? What is the meaning of Tashi? It's like actually it should be Santosh. അപ്പോൾ നമ്മുടെ നാട്ടിൽ വിളിക്കേണ്ടത് സന്തോഷ് എന്നാണല്ലോ. മോനെ സന്തോഷേ. Yeah, that ഷേ comes. എടാ സന്തോഷേ. ഇപ്പോൾ പിന്നെ ഞാനൊരു ഗ്രൂപ്പിൽ പോകുമ്പോഴത്തേക്ക് there are lots of സന്തോഷ്. ലൈക്ക് ഞാൻ അങ്ങനെ പറയല്ല, ബട്ട് ലോട്ട്സ് ഓഫ് അങ്കിൾസ് ആർ സന്തോഷ്, ലോട്ട്സ് ഓഫ് ബോയ്സ് ആർ സന്തോഷ്. ശരിയാ, സന്തോഷ് അമ്മാവ എന്നൊക്കെ വിളിക്കാൻ. പിന്നെ ഞാൻ വിചാരിച്ചു സന്തോഷേ അത് കേട്ട് സന്തോഷമില്ല. ഐ ആം ഹാപ്പി, വെരി ഹാപ്പി. അപ്പോൾ ലൈക്ക് വീട്ടിൽ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ദി മെയിൻ തിങ് ഈസ് എൻ്റെ പേര് സന്തോഷാവാൻ കാരണം എൻ്റെ ചേച്ചിയാണ് സംഗീത. അപ്പോൾ അച്ഛൻ വിചാരിച്ചു സംഗീത സന്തോഷ് ഒരുമിച്ച് വിളിക്കാം, നമ്മൾ ഒരുമിച്ച് ഒരിക്കലും നിന്നിട്ട് പോലുമില്ല. അപ്പോഴത്തേക്ക് അച്ഛൻ വിചാരിച്ചു ലൈക്ക് സംഗീത സന്തോഷ് ഇരിക്കട്ടെ. പിന്നെ ഞാനും അച്ഛനോട് ഭയങ്കര അടിയാണ്. അപ്പോൾ രാത്രി അച്ഛനിട്ട പേര് എനിക്ക് ആദ്യം വേണ്ട. രാത്രി ക്രൈം ഫയൽ സന്തോഷ് പിടിയിൽ, പീഡന കേസിൽ സന്തോഷ് പിടിയിൽ, ആ കേസിൽ സന്തോഷ് പിടിയിൽ, ഈ കേസിൽ സന്തോഷ് പിടിയിൽ. പിന്നെ സ്വാഗും ഈ ഫ്രണ്ട്ഷിപ്പും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ദിസ് നെയിം ഈസ് നോട്ട് മാച്ചിങ് അപ്പ്. അപ്പോൾ ഷോർട്ടാക്കാന്ന് വിചാരിച്ചു. ആദ്യമേ സന്തോഷിനെ തോഷിയായി, പിന്നെ താഷിയായി. ഇത് എത്ര നാളായി താഷിയിലേക്ക് എത്തി? താഷിയിലെത്തിയിട്ട് ഐ തിങ്ക് 2-3 years. സന്തോഷ്, തോഷി, താഷി. ഇതിനി ഇവോൾവ് ചെയ്ത് എവിടേക്ക് എത്തും? വല്ല ഷീ? No, താഷി ഈസ് ഫൈൻ. താഷി ഈസ് ഫൈൻ. സോ താഷി ആൻഡ് അഗ്നിപരീക്ഷ. യെസ്. പറയൂ, വാട്ട് ഈസ് ഇറ്റ്? അഗ്നിപരീക്ഷ എനിക്ക് ഒരുപാട് ഫ്ലാറ്റർ ചെയ്യാനല്ല, പക്ഷേ അഗ്നിപരീക്ഷ അല്ല ഞാൻ സൂപ്പറാണല്ല, ഞാൻ ചെറുതായിട്ട് സൂപ്പറാണ്. പക്ഷേ എൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് നാഷണൽ ടെലിവിഷൻസും ഈ മറ്റേ ഗെയിം ഷോസുമാണ് ഞാൻ കൊച്ചിലെ കണ്ടു വളർന്നത്. ഈ റോഡീസൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ഞാൻ. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് പോകണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എവിടെ ആയില്ല. അപ്പോൾ ബിഗ് ബോസിൽ ഞാൻ കഴിഞ്ഞ വട്ടം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാം എന്നെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ്റെ അത് തകർത്തിട്ടു. ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇങ്ങനെ മോന്തയും വീർപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് മനസ്സിലാവാനാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക് അയ്യോ കഴിഞ്ഞു. പ്രശ്നമല്ല, അല്ല മനസ്സിലായി. പക്ഷെ അപ്പം എനിക്ക് മനസ്സിലായി ഐ ഹാവ് ടു ലൈക്ക് സ്റ്റെപ്പ് അപ്പ്. അപ്പോഴത്തേക്ക് പിന്നെയും ട്രൈ ചെയ്തു ഇവിടം വരെ എത്തി നിൽക്കുകയാണ് അഗ്നിപരീക്ഷയിൽ. ഇവിടുന്ന് ഇനി എന്താണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്? എൻ്റെ ഗ്രോത്ത് ആണ്. മൈ നെക്സ്റ്റ് ഇത് വിൻ ചെയ്തിട്ട് എനിക്ക് ഈ നാഷണൽ ടെലിവിഷൻസിന്റെ അകത്തുള്ള റിയാലിറ്റി ഷോസിൽ അപ്ലൈ ചെയ്യാം. You want to get into Big Boss house? Yes. Okay, then after that I want to win. 100 ദിവസം എനിക്ക് കൺഫേം ആയിട്ട് നിൽക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് എല്ലാവരും പറയുന്ന സെയിം കാര്യം തന്നെ. അപ്പോൾ 100 ദിവസം നിൽക്കാൻ അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ അകത്ത് വരുന്ന വേസ്റ്റ് ആണ്. ഒരു ഉത്തരം പറയൂ സന്തോഷേ. എന്താ താഷി? പ്ലീസ്. ഓക്കെ, റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഉത്തരം പറ, ഒരു സന്തോഷിപ്പിക്കുന്ന ഉത്തരം പറ, അങ്ങനെ പറയാലോ. എനിക്ക് ആ ബോക്സ് മറ്റേ മണി ബോക്സ് ചാലഞ്ചിന്റെ അകത്ത് ഒരു നല്ലൊരു എമൗണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അത് എടുത്തിട്ട് ഓടും. ആക്ച്വലി ദാറ്റ് സൗണ്ട്സ് ഗുഡ് കേട്ടോ. ഒരാൾ ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു ഉത്തരം പറഞ്ഞല്ലോ. അല്ല അത് റിയാലിറ്റി. ഞാൻ ഐ എം ഫ്രം വെരി ലോ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അവിടെ എനിക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഒരു 10-25 ലക്ഷം രൂപ കിട്ടുവാണെന്നുണ്ടെങ്കിൽ 25 ലക്ഷം രൂപ മാറ്റി ചിന്തിക്കും ഉറപ്പായിട്ടും. എനിക്ക് നിലപാടിൽ ഇല്ല എന്നാണ്, കണ്ടീഷണലാണ്. എല്ലാവരുടെയും നിലപാടുകൾ കണ്ടീഷണലാണ്. അത് ഞാൻ അഖിൽമാരാറിൻ്റെ അടുത്ത് യോജിക്കുന്നുണ്ട്. അത് എല്ലാവരും സെൽഫിഷാണ്, അതുകൊണ്ട് എല്ലാവരും കണ്ടീഷണലുമാണ്. സോ മണി ബോക്സ് 25 ലക്ഷം രൂപയ്ക്ക് ഫ്ലിപ്പ് ആവാനുള്ളതേ ഉള്ളൂ ബിഗ് ബോസ് കപ്പ്. അല്ലല്ല, കപ്പല്ല, അവിടെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. 25 ലക്ഷം രൂപ എടുത്തോണ്ട് പോകണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒരാൾ എടുത്തോണ്ട് പോകത്തില്ലല്ലോ. അതിന്റെ പേരിൽ ഒരു പേരും ഉണ്ടാവുമല്ലോ.
അത്രയും നാൾ നിന്നാലല്ലേ നമുക്ക് 25 ലക്ഷത്തിന്റെ ബോക്സ് വരെ എത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ അതൊരു ചെറിയ വിരുദ്ധമല്ലേ? നമുക്ക് അവിടെ 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടിയോ വോട്ടെവർ എത്രയാണോ വിന്നിങ് എമൗണ്ട്, ചിലപ്പോൾ അതിലും കൂടുതലാവും കുറവാവാം. ആ എമൗണ്ട് കിട്ടില്ല എന്നുള്ളൊരു ഭയം കൊണ്ടല്ലേ? ഇല്ല, ഭയം മാത്രമല്ല, അപ്പൊ എന്റെ മുന്നിലുള്ള കോമ്പറ്റീറ്റേഴ്സിനെ കൂടി ഞാൻ നോക്കണം. അല്ലാതെ പ്യുവർ കോൺഫിഡൻസ് മാത്രം എന്നെ അവിടെ എത്തിക്കത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ മുന്നിൽ കളിക്കുന്ന ആരാണ് എന്ന് നോക്കിയിട്ടായിരിക്കും ഞാൻ പിന്നെ അതിൻ്റെ ചോയ്സ് എടുക്കുന്നത്. 25 ലക്ഷം രൂപയുടെ ബോക്സ് എടുക്കണോ, അതോ ഇനിയും പുതിയ ഡ്രാമ നിലപാടുകൾ മാറ്റിയിട്ട് മുന്നോട്ട് പോകണോ എന്നുള്ളത്. ഡ്രാമ കിങ് ലിറ്റിൽ ബിറ്റ് ഐ ലൈക്ക് ഡ്രാമ ഓക്കേ, because normal is boring. I felt ഡ്രാമ കിങ്, നിലപാടുകളില്ല. വാട്ട് മോർ? very much selfish. What more for the 25 lakhs or cup or whatever? അത് ഏകദേശം അവസാനം എത്തുമ്പോഴാണല്ലോ അത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മൂന്ന് ക്വാളിറ്റി പറഞ്ഞത്? ഫോർത്ത് stubborn and impulsive. കൈ നിറയെ ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ കൈ നിറയെ ക്വാളിറ്റീസ് അറ്റ്ലീസ്റ്റ് ആ ഒരു 25 ലക്ഷം എടുക്കുന്ന ബോക്സ് വരെ എത്തിക്കട്ടെ, അല്ലെങ്കിൽ അതിന് മേലെ എത്തിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. Thank you so much.